നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ഗൗരവമേറിയ എന്നാൽ പലരും ബോധപൂർവം മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു സത്യത്തെക്കുറിച്ചാണ്. നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ശരിക്കും അറിയുന്നുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. നമ്മളിവിടെ സുരക്ഷിതമായ വീടുകളിൽ ഉറങ്ങുന്ന സമയത്ത് അതിർത്തിക്കപ്പുറം ഒരു ജനത അവരുടെ തെറ്റെന്താണെന്ന് പോലും അറിയാതെ വെറും മതം എന്ന ഒറ്റ കാരണത്താൽ വേട്ടയാടപ്പെടുകയാണ്. കഴിഞ്ഞ 35 ദിവസങ്ങൾ, വെറും 35 ദിവസങ്ങൾക്കുള്ളിൽ 11 മനുഷ്യജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. ഇത് കേവലം അക്കങ്ങളല്ല, ഇതിൽ ഓരോന്നിലും ഒരു കുടുംബത്തിന്റെ അപ്പനുണ്ട്, ഭർത്താവുണ്ട്, മകനുണ്ട്. എന്തിനാണ് അവരെ കൊല്ലുന്നത്? എന്തിനാണ് അവരെ കൊന്നത്? എന്താണ് അവർ ചെയ്ത തെറ്റ്? അതിനുത്തരം ഒന്നേ ഉള്ളൂ, അവർ ഹിന്ദുക്കളായി പോയി. അതെ, ബംഗ്ലാദേശിൽ ജനിച്ചു പോയ ഹിന്ദുക്കളായി എന്ന ഒറ്റ കുറ്റമേ അവർ ചെയ്തിട്ടുള്ളൂ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് വെറും കണക്കുകളല്ല, ഇതിന് പിന്നിലെ വലിയൊരു ചതിയും അതിലേറെ വലുതായ ഒരു ദീർഘവീക്ഷണവുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്, പൗരത്വ ഭേദഗതി നിയമം അഥവാ CAA. അന്ന് അതിനെതിരെ തെരുവിലിറങ്ങിയവർക്കുള്ള കാലത്തിന്റെ ഒരു മറുപടിയാണ് ഇന്നത്തെ ബംഗ്ലാദേശ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? നമുക്ക് എന്തായാലും പരിശോധിക്കാം. ആദ്യം നമുക്ക് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കാം. ഷെയ്ഖ് ഹസീന എന്ന ഭരണാധികാരി രാജിവെച്ച് പോയതിനു ശേഷം അവിടെ അരാജകത്വമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് 8% ഹിന്ദുക്കൾ. കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസങ്ങളിലെ കണക്കുകൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 11 കൊലപാതകങ്ങളാണ് നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിൽ കൊല്ലപ്പെട്ടവർ ആരും കോടീശ്വരന്മാരോ വലിയ രാഷ്ട്രീയ നേതാക്കളോ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന പാവങ്ങളെയാണ് അവർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. പ്രാന്തോഷ് കർമാക്കർ എന്ന 42 വയസ്സുകാരൻ, ഒരു ചെറിയ സ്വർണ്ണപ്പണിക്കാരൻ, വെടിയേറ്റാണ് അദ്ദേഹം മരിച്ചത്. ഉത്പൽ സർക്കാർ എന്ന മത്സ്യം വിറ്റ് ജീവിക്കുന്ന യുവാവ്, ഇവരാണോ ആ രാജ്യത്തിന്റെ ഭീഷണി? ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം അതല്ല, ജോഗേഷ് ചന്ദ്ര റോയ് എന്ന പേര് നിങ്ങൾ കേൾക്കണം. 1971 ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടാൻ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം. സ്വന്തം രാജ്യം സ്വതന്ത്രമാകാൻ ചോര ചീന്തിയ ആ വയോധികനെ 2026 അതേ രാജ്യത്തെ മത തീവ്രവാദികൾ കഴുത്തറുത്ത് കൊന്നു എന്ന് പറയുമ്പോൾ ഇതിലും വലിയൊരു നന്ദികേട് ചരിത്രത്തിൽ വേറെ എവിടെ കാണാൻ പറ്റും? ഇന്ന് ബംഗ്ലാദേശിൽ ഓരോ ഹിന്ദു കുടുംബവും പേടിച്ചാണ് കഴിയുന്നത്. സന്ധ്യ മയങ്ങുമ്പോൾ അവരുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. എപ്പോഴാണ് വാതിലിലൊരു തട്ട് കേൾക്കുക? എപ്പോഴാണ് വീട് കത്തിക്കാൻ ആൾക്കൂട്ടം വരിക? സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ വയ്യ, ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇസ്കോൺ ക്ഷേത്രങ്ങൾ തകർക്കുകയാണ്, വിഗ്രഹങ്ങൾ അവർക്ക് മുമ്പിൽ വെച്ച് ഉടച്ചു കളയുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അനൗദ്യോഗികമായി എന്തൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും? എത്ര കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും? അതൊരു വലിയ ചോദ്യമാണ്. ഇത്രയൊക്കെ നടന്നിട്ടും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണകൂടം, ആ ഇടക്കാല സർക്കാർ എന്താണ് അവിടെ ചെയ്യുന്നത്? മുഹമ്മദ് യൂനിസിനെ പോലുള്ള സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയവർ ഭരിക്കുന്ന നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു വിരോധാഭാസമാണ്. ലോകം മുഴുവൻ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താണെന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഇത് വർഗീയതയല്ല, രാഷ്ട്രീയമാണെന്നതാണ്. അതായത് കൊല്ലപ്പെട്ടവരൊക്കെ പഴയ അവാമി ലീഗ് പാർട്ടിക്കാർ ആയതുകൊണ്ട് ആക്രമിക്കപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. എന്ത് വിചിത്രമായ ന്യായമാണത്! മീൻ വിൽക്കുന്ന ഉൽപ്പലിനും ക്ഷേത്രത്തിലെ പൂജാരി ചിന്മയ് കൃഷ്ണ ദാസിനും എന്ത് രാഷ്ട്രീയമാണ് അവിടെ ഉള്ളത്? ഇനി ഇതൊക്കെ പോട്ടെ, ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് എന്ത് രാഷ്ട്രീയമാണുള്ളത്? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ വെറും പച്ച കള്ളമാണെന്ന്. ന്യൂനപക്ഷങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കുക, അവരുടെ കച്ചവടം തകർക്കുക, അവരെ അവിടെ നിന്ന് ഓടിക്കുക, ഇത് മാത്രമാണ് അവിടുത്തെ ലക്ഷ്യമെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിനവർ രാഷ്ട്രീയത്തിന്റെ പേര് മറയാക്കി വെച്ചിരിക്കുകയാണെന്ന് മാത്രം. ചിന്മയ് കൃഷ്ണദാസ് എന്ന സന്യാസിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സമാധാനപരമായി ശബ്ദമുയർത്തി എന്ന കുറ്റത്തിന്
അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചിരിക്കുകയാണ്. അക്രമികൾ പുറത്ത് സ്വൈരവിഹാരം നടത്തുമ്പോൾ ഇരകൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ ജയിലിലാകുന്ന വിചിത്രമായ നീതിയാണ് ബംഗ്ലാദേശിലുള്ളത്. ഇനി നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. 1947 ഇന്ത്യ വിഭജന സമയത്ത് അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ 30% മുകളിലായിരുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 8% താഴെയാണത്. ബാക്കി 22% ആളുകൾ എവിടെ പോയി? അവരെ ബാഷ്പീകരിച്ച് കളഞ്ഞതാണോ എന്നതും ഒരു സംശയമാണ്. ഒന്നുകിൽ അവരെ നിർബന്ധമായിട്ട് മതം മാറ്റി, അല്ലെങ്കിൽ കൊന്നു തള്ളി എന്നതാവും യാഥാർത്ഥ്യം. അതുമല്ലെങ്കിൽ ജീവനും കൊണ്ട് അവർ ഇന്ത്യയിലേക്ക് ഓടിപ്പോന്നു എന്ന് പറയാം. ഈ എത്തനിക് ക്ലെൻസിങ് അല്ലെങ്കിൽ വംശീയ ഉന്മൂലനം വർഷങ്ങളായി അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഭരണം മാറിയപ്പോൾ അത് അതിന്റെ ഉച്ചകോടിയിൽ എത്തിയിരിക്കുന്നു എന്ന് മാത്രം. ഇവിടെയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തെ നമ്മൾ നമിക്കേണ്ടത്. 2019 രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം കൊണ്ടുവന്ന നിയമങ്ങളിൽ ഒന്നായിരുന്നു CAA, അതായത് പൗരത്വ ഭേദഗതി നിയമം. എന്തായിരുന്നു ആ നിയമം? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മതപരമായ പീഡനം അനുഭവിച്ച് ഇന്ത്യയിലേക്ക് അഭയം തേടി വരുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും പൗരത്വം നൽകുമെന്നതായിരുന്നു അത്. അന്ന് ഈ നിയമം വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയായിരുന്നു നടന്നത്? വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് കാണേണ്ടി വന്നു. ഇന്ത്യയുടെ മതേതരത്വം തകരുന്നു, മറ്റ് ഒരു മതത്തെ ഒഴിവാക്കുന്നു, ഭരണഘടന കത്തിക്കുകയാണ് ചിലർ. അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് വലിയ കലാപങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായി. ഡൽഹി കത്തിയത് നമ്മൾ കണ്ടതാണ്. അന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും പാർലമെന്റിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്: അയൽ രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല, അവർ വേട്ടയാടപ്പെടുകയാണ്, അവർക്ക് തലചായ്ക്കാൻ ഈ ലോകത്ത് ഇന്ത്യയല്ലാതെ വേറെ ഇടമില്ല. അന്ന് പലരും അത് വിശ്വസിച്ചില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു. പക്ഷെ ഇന്ന് 2026 ബംഗ്ലാദേശിലെ വാർത്തകൾ കാണുമ്പോൾ, ആ 11 മരണങ്ങൾ നോക്കുമ്പോൾ, തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മോദി അന്ന് പറഞ്ഞത് എത്ര സത്യമായ കാര്യമാണ് എന്ന്. അന്ന് ആ നിയമം കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ബംഗ്ലാദേശിൽ നിന്നും ജീവനും കൊണ്ട് ഓടി വരുന്ന ആ പാവങ്ങൾ എങ്ങോട്ട് പോകുമായിരുന്നു എന്നതാണ് ആദ്യ ചോദ്യം. അവർക്ക് നിയമപരമായ പരിരക്ഷ ഇന്ത്യ നൽകുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു ഭരണാധികാരി ആകുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണണം. 2019 മോദി കണ്ടത് 2026 ഈ ദുരന്തമാണ്. അന്ന് ലോകം മുഴുവൻ എതിർത്തിട്ടും സ്വന്തം രാജ്യത്തിനകത്തു നിന്ന് തന്നെ എതിർപ്പുകൾ വന്നിട്ടും ആ നിയമത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്ന് മോദി തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ വ്യക്തമായി. ഇന്ത്യയിലെ ന്യൂനപക്ഷ സ്നേഹികൾ എന്ന് അവകാശപ്പെടുന്നവരോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി കരയുന്നുണ്ടല്ലോ, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ തൊട്ടപ്പുറത്ത് നമ്മുടെ സഹോദരങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ പച്ചയ്ക്ക് കത്തിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ നാക്ക് എന്തുകൊണ്ടാണ് പൊങ്ങാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ മെഴുകുതിരി റാലികൾ വരാത്തത്? എന്താണ് ഇതിനൊക്കെ കാരണം? അതൊരു ഇരട്ടത്താപ്പല്ലേ? ഇന്ത്യ എന്ന രാജ്യം ശക്തമായി നിലകൊള്ളുന്നത് കൊണ്ട് മാത്രമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഇനിയെങ്കിലും ഒരു പ്രതീക്ഷയുള്ളത്. നമ്മൾ അതിർത്തികൾ കൊട്ടിയടിച്ചിരുന്നുവെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു? മോദി സർക്കാർ അതിർത്തിയിൽ വേലി കെട്ടിയും നുഴഞ്ഞുകയറ്റം തടഞ്ഞും അതേസമയം പീഡിപ്പിക്കപ്പെടുന്നവർക്ക് പൗരത്വം നൽകിയും എടുക്കുന്ന ആ നിലപാടുകൾ എത്രത്തോളം ശരിയാണെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ശക്തമായ ഒരു ഭരണകൂടവും ദീർഘവീക്ഷണവുമുള്ള ഒരു നേതാവും ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യവും സംസ്കാരവും നിലനിൽക്കൂ എന്നൊരു വലിയ പാഠം നമുക്ക് ബംഗ്ലാദേശിൽ നിന്ന് മനസ്സിലാക്കാം. ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറക്കേണ്ടതുണ്ട്, സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. വ്യാജ പ്രചാരണങ്ങളിൽ വീഴാതെ ആരാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബംഗ്ലാദേശിലെ ഈ നരനായാട്ടിനെതിരെ ഇന്ത്യ ഇനിയും ശക്തമായി പ്രതികരിക്കേണ്ടതല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.